ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലബൻസ് വ്ളോഗ്. എല്ലാവർക്കും ലബൻസ് വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്പെഷ്യലായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അതായത് നമ്മൾ ഇങ്ങോട്ടൊക്കെ തറാവീസ്ക്ക് ശേഷം അധികം ആൾക്കാരും കഴിക്കുന്നതാണ്. ഇത് ഉലുവാക്കഞ്ഞിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇനി എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ആദ്യം ഒരു കപ്പ് പച്ചരിയിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ നമുക്ക് ഉലുവ ആഡ് ചെയ്യാം. ഉലുവ അധികം വേണ്ട, അപ്പോൾ അത് കഴിക്കും. ഇനി ഉലുവ അരിയും നന്നായി മിക്സ് ചെയ്ത് കഴുകിയതിന് ശേഷം നമുക്കത് വേവിക്കാൻ വെക്കാം. ഇനി അതിലേക്ക് ആവശ്യമായ വെള്ളവും ഉപ്പും ചേർത്ത് നമുക്കത് വേവിക്കാൻ വെക്കണം. ക്ലോസ് ചെയ്തിട്ടാണ് വേണ്ടത്. നമുക്കൊരു വിസിൽ വന്നതിന് ശേഷം ഒരു 20 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വേവിക്കാം. ഇനി അതിലേക്ക് അരമുറി തേങ്ങ, നല്ല പച്ച തേങ്ങ ആയിരിക്കണം. ഇനി ആവശ്യമായ വെള്ളവും ചേർത്ത് നമുക്ക് നന്നായി മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി അത് ലാസ്റ്റ് ഇറക്കാനാകുമ്പോൾ അതിലേക്ക് നമുക്ക് മീഡിയം സൈസ് ഉള്ളി അരിഞ്ഞ് വെച്ച് നമുക്ക് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഗ്രൈൻഡ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വെക്കാം. അപ്പോഴേക്ക് നമ്മളെ ഉലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മിക്സ് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നന്നായി ഉടച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മളെ പാല് തേങ്ങ അരച്ചത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ആവശ്യമായ വെള്ളവും ചേർത്ത് നമുക്ക് ഗ്യാസിൽ നിന്ന് താഴെ നിന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്കിതിലേക്ക്. ഇനി നമുക്കൊരു ലോ ഫ്ലെയിമിൽ നമുക്കിത് നന്നായിട്ട് കുറുക്കിയെടുക്കാം. നന്നായി തിളക്കുന്ന സമയത്ത് നമുക്കിത് മാറ്റി വെക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ നമുക്കിതിനെ കട്ടി കൂട്ടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കിത് ലൂസാക്കി എടുക്കുകയോ ചെയ്യാം. അത്യാവശ്യം നല്ലൊരു കട്ടിയാകുമ്പോഴാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഉലുവാക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണ്, ഇത് ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണിത്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല. പിന്നെ ഇവിടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒന്ന് പ്രസ് ചെയ്യണേ. ബൈ, ടാറ്റാ.